വെൽക്കം ടു ആരൻസ് നീഡിൽ പോയിൻറ്റ് അഥവാ ആരൻസ് നീഡിൽ ക്രിയേഷൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോപ്പർ വയർ കൊണ്ട് ഒരു വേർത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കൊരു ജ്വല്ലറി ഉണ്ടാക്കിയാലോ, ഒരു കമ്മൽ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ കോപ്പർ വയർ, തിക്കുള്ളതും കുറച്ചുകൂടി തിന്നായിട്ടുള്ള വയറും, രണ്ടും സെയിം കളറാണ് എടുത്തേക്കുന്നത്, ഗോൾഡൻ കളർ. പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള നോസ് പ്ലെയറും, പിന്നെ ഒരു കട്ടറും. പിന്നെ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ബോട്ടിൽ, കാരണം അവിടെ ആ വയറുകൊണ്ട് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ബീഡ്സാണ്. ഇത് ഗ്ലാസിൻ്റെ ബീഡ്സാണ്, പേൾ ബീഡ്സ്. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യമായി ആ കോപ്പർ വയർ, തിക്കായിട്ടുള്ള കോപ്പർ വയർ ഞാൻ കെട്ടയക്കുന്നില്ല, കാരണം അയച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ടങ്ങ് ഓപ്പൺ ആയിപ്പോവും. അതുകൊണ്ടെങ്കിൽ ഞാൻ പതുക്കെ ഊരിയെടുത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് അതിൻ്റെ അറ്റം നമ്മുടെ റൗണ്ട് നോസ് പ്ലെയറിൽ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുകയാണ്. ഇതാ നോസ് പ്ലെയർ വെച്ച് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് ഞാൻ ആ കുപ്പി എടുത്തില്ലേ, ആ കുപ്പിയിലൊന്ന് ചുറ്റി ആ റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കുകയാണ്. എനിക്ക് വേണ്ടത് റൗണ്ട് ഷേപ്പ് അല്ല, പക്ഷേ ഇതിൻ്റെ ചുറ്റും മുത്ത് ചുറ്റുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചുറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയത്. ഇത് ആവശ്യത്തിനനുസരിച്ചെടുത്ത് നമ്മൾ അതിൻ്റെ ഇച്ചിരിയുടെ ലെങ്ത്ത് കൂട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക, കാരണം നമുക്ക് അതിൻ്റെ മണ്ടയൊന്ന് വളയ്ക്കാനാണ്. ഇനി നമ്മളിപ്പോൾ ആ വളച്ച് വെച്ചതിനകത്തൂടെ ഈ വയറൊന്ന് കയറ്റി വിടുക. എന്നിട്ട് പിന്നെ ആ ബോട്ടിലെടുത്ത് അതിൻ്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് ടൈറ്റായിട്ടൊന്ന് സെറ്റാക്കി വയ്ക്കാം. എന്നിട്ട് ഇപ്പം നമ്മൾ അറ്റം ഇച്ചിരി നീളത്തിനാണ് എടുത്തത്, ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമുക്ക് അതിൻ്റെ അറ്റം ഒന്ന് മുറിച്ചിട്ട് നമുക്ക് പിന്നെയും മണ്ടയൊന്ന് വളച്ച് വയ്ക്കാം. അതായത് ആ ഇയറിങ്ങിൻ്റെ ഹുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്ട്രാ എടുത്തേക്കുന്നത്. ഇനി അത് നമ്മൾ ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തിന്നായിട്ടുള്ള കോപ്പർ വയറില്ലേ, അത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് നമുക്ക് അത് ഇതിലേക്ക് ചുറ്റി ബീഡ്സും വെച്ച് ചുറ്റാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് വളച്ച് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിലായിട്ടുണ്ട്. നമ്മൾ ഈ ബീഡ്സ് അതിൽ ചുറ്റുമ്പോൾ ചിലപ്പോൾ ഈ ഷേപ്പ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അത് കാര്യമാക്കി എടുക്കണ്ട, കാരണം ലാസ്റ്റ് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഷേപ്പാക്കി പിന്നെ ആ കാണുന്ന ആ ഡ്രോപ്പ് ഷേപ്പിലേക്ക് നമ്മളാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പം ആവശ്യത്തിനനുസരിച്ച് ഞാൻ ആ തിന്നായിട്ടുള്ള വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആദ്യമേ ഇങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം. ചുറ്റുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ടൈറ്റായിട്ട് വേണം ചുറ്റി കൊടുക്കാൻ. ഒരു 4-5 ലൂപ്പ് ഞാൻ അവിടെ ഇടുന്നുണ്ട്, 4-5 പ്രാവശ്യം ഞാൻ ചുറ്റുന്നുണ്ട്, കാരണം അത് അവിടെ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമൊക്കെ ചുറ്റുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ചുറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ചുറ്റുന്നത് അടുപ്പിച്ചായിരിക്കണം, അകലം കൂടാതെ അടുത്തടുത്തായിട്ട് ചുറ്റിയെടുക്കുക, ഇങ്ങനെ നമ്മൾ സ്പ്രിംഗ് ഒക്കെ ചുറ്റിയെടുക്കുന്ന പോലെ. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം ഇവിടെ ചുറ്റിയതിന് ശേഷം ടൈറ്റ് ആകണമെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് മുത്ത് കോർത്ത് തുടങ്ങാം. ഞാൻ പറഞ്ഞ പേൾ ബീഡാണ്, ഗ്ലാസിൻ്റെ പേൾ ബീഡാണ്. അതിങ്ങനെ ടൈറ്റായിട്ട് വെച്ച് പിന്നെ ഒരു 2-3 ചുറ്റും കൂടെ ചുറ്റും. ഇത് ടൈറ്റായിട്ട് ആ ബീഡ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുറ്റുന്നത്, അല്ലെങ്കിൽ അത് ഭയങ്കര ലൂസായി. നമ്മൾ 1-2 ചുറ്റിക്കഴിഞ്ഞാൽ അതിങ്ങനെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 2-3 ചുറ്റും നമ്മൾ ടൈറ്റായിട്ട് കൊടുക്കുന്നത്. ടൈറ്റായിട്ട് ചുറ്റിയതിന് ശേഷം ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ. ഇതുപോലെ റിപ്പീറ്റായിട്ട് നമ്മൾ ഇതിന് ചുറ്റും നമ്മളിങ്ങനെ ആ ബീഡ്സ് ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ പോവുകയാണ്. ഇത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ച് അതിൻ്റെ അറ്റം ഇങ്ങനെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ടൈറ്റായിട്ട്. അപ്പോൾ ആ ബീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ നമുക്ക് എങ്ങനെയാണോ ആ ബീഡ് നിൽക്കേണ്ടത് അതുപോലെ കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ 2-3 ചുറ്റിയിട്ട് അടുത്ത ബീഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിന് ചുറ്റും. ഞാനിപ്പോൾ ഇതിനെടുത്തേക്കുന്ന ഒരു 15 ബീഡ്സാണ്, 15 ഗ്ലാസ് ബീഡ്സാണ് ഞാൻ ആ സർക്കിളിന് ചുറ്റും ചുറ്റിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് സൈസ് വലുതാക്കിയും ചെറുതാക്കിയും ഒക്കെ ചെയ്യാവുന്നതാണ്.
കുറച്ച് ആദ്യമേ ഒന്ന് സ്റ്റാർട്ടിങ് ചെറിയ ബുദ്ധിമുട്ടാവും, പക്ഷേ നമ്മൾ ചുറ്റി വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് എളുപ്പമായിക്കോളും. പതുക്കെ മെല്ലെ സാവകാശത്തോടെ വേണം ചെയ്യാനായിട്ട്. ചില സമയത്ത് നമ്മൾ ടൈറ്റായിട്ട് പിടിച്ച് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ ഷേപ്പ് ആവാനോ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ശ്രദ്ധിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ത്രെഡ് അടുപ്പിച്ച് ചുറ്റാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മൾ ഇപ്പോൾ ചുറ്റി തീരാറായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അറ്റത്തെ, അതായത് ഏറ്റവും അവസാനത്തെ ബീഡ് ചുറ്റാൻ നേരത്ത് നമ്മൾ 3-4 ഒരു 5-6 ചുറ്റിയിട്ട് ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കണം. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ലൂസായതൊക്കെ ഒന്ന് പതുക്കെ ടൈറ്റായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അനങ്ങാതെ അതവിടെ നിന്നോളും. ചുറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും ബീഡ്സ് നമ്മൾ ടൈറ്റായിട്ട് വേണം ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നാൽ അധികം ബലം എടുക്കാനും പാടില്ല ചുറ്റാൻ നേരത്ത്. അപ്പോൾ ഈ അവസാനത്ത് നമ്മളൊരു 5-6 ചുറ്റി നമ്മൾ ആ ലൂപ്പ് ഇട്ടില്ല അതിൻ്റെ ഇടയ്ക്കൂടെയും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അഴിഞ്ഞൊന്നും പോവില്ല, എന്നാലും നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ചുറ്റിയെടുക്കാവുന്നതാണ്. ചുറ്റി അതിൻ്റെ അറ്റം ആ ലൂപ്പിൻ്റെ ഇടയ്ക്കൂടെ ഒന്നുകൂടെ ഒന്ന് 2-3 ചുറ്റിയിട്ട് എക്സ്ട്രാ വരുന്നത് നമുക്കതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓൾമോസ്റ്റ് നമ്മുടെ കമ്മൽ റെഡിയായി. ഇനി അതിൻ്റെ മേലിൽ ആ ഹുക്കൊന്ന് പിടിപ്പിച്ചാൽ മാത്രം മതി. അപ്പം ബാക്കി വന്ന നൂല് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു, അതായത് ആ കോപ്പർ വയർ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനൊരു ബോട്ടിൽ എടുത്തതെന്ന് വെച്ചാൽ ഒന്നുകൂടെ ആ ഷേപ്പിലേക്ക് ആക്കിയിട്ട് പിന്നെ ഞാൻ താഴെ മറ്റേ ഇയറിങ്സ് ചെയ്തപോലെ ആ ഡ്രോപ്പ് ഷേപ്പിലേക്ക് ആക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ചെയ്തിട്ടാക്കിയാൽ ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുക. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതാക്കാവുന്നതാണ്. സ്ക്വയറോ, അപ്പോൾ നിങ്ങൾക്ക് സർക്കിൾ തന്നെ മതിയെങ്കിൽ സർക്കിളായിട്ടോ, പിന്നെ ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ആക്കാവുന്നതാണ്.
അപ്പം ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കമ്മലാണ്. നിങ്ങൾക്കിത് സാരിയുടെ കൂടെയോ സൽവാറിൻ്റെ കൂടെയോ ഒക്കെ ഇടാവുന്നതാണ്. ഒരു ട്രഡീഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിന് വേണ്ടി നമ്മൾ അധികം സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആദ്യമേ പറഞ്ഞ പോലെ കോപ്പർ വയർ, അതായത് ഇച്ചിരി തിക്കുള്ളതും ഒരു തിൻ കോപ്പർ വയർ, അതിൻ്റെ 0.4 mm ഉള്ള കോപ്പർ വയറാണ് രണ്ടാമത്തേത്. ആദ്യത്തേൻ്റെ കറക്റ്റ് സൈസ് എനിക്കറിയില്ല. ഇച്ചിരി തിക്കായിട്ടുള്ളതാണ്, ഇതിലും തിന്നായിട്ടുള്ളതാണ് രണ്ടാമത് എടുത്തത്. പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള നോസ് പ്ലെയർ, പിന്നെ കട്ടറാണ് നമ്മൾ ടൂൾസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 2 ഹുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ കമ്മലൊന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ പേൾ ബീഡ് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് അല്ലാതെ ക്രിസ്റ്റൽ ബീഡ്സോ ഷുഗർ ബീഡ്സോ ഒക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ക്രിയേറ്റീവ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ അധികം നമുക്ക് പൈസ ചിലവും ഇല്ല. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഡിഫറെൻ്റായിട്ട് യുണീക്കായിട്ടും ഉണ്ടാവും. നിങ്ങളുടെ ഇൻസ്റ്റൻസിനനുസരിച്ച് നമുക്കിങ്ങനെ പല കളേഴ്സിലുള്ള ബീഡ്സും കയറ്റി മൾട്ടി കളറായിട്ടും എടുക്കാവുന്നതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആരൻസ് നീഡിൽ പോയിൻറ്റ്. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആരൻസ് നീഡിൽ പോയിൻറ്റ്.